ശ്രീ റെജി ലൂക്കോസ്, അതായത് തൃശ്ശൂർ ഒരു സാധാരണ മണ്ഡലമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നരേന്ദ്രമോദി പലതവണ വന്ന് അതൊരു ദേശീയ തലത്തിൽ തന്നെ ഏറ്റെടുത്ത് പ്രചരണം നടത്തിപ്പോയ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. ആ തൃശ്ശൂരിനെ കോൺഗ്രസ് നേതൃത്വം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? മുരളീധരനെ വടകരയിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് തൃശ്ശൂരിൽ നിർത്തി മത്സരിപ്പിക്കുമ്പോൾ അതിൻ്റേതായ ഗൗരവവും പ്രാധാന്യവും പ്രചരണ ഘട്ടങ്ങളിൽ കൊടുത്തോ? ഞാൻ മനസ്സിലാക്കിയത് രാഹുൽ ഗാന്ധി പോലും ആ മണ്ഡലത്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞിട്ട് എത്തിയിരുന്നില്ല. പിന്നീട് അദ്ദേഹം അവസാനം അവിടെ എത്തിയില്ല എന്നുള്ളതാണ്. തെറ്റാണെങ്കിൽ അത് ശ്രീകുമാർ പിന്നീട് തിരുത്തട്ടെ. പക്ഷേ ഇങ്ങനെ ഇത്രയും ഗൗരവം കുറച്ച് ആ മണ്ഡലത്തെ കണ്ടു എന്ന് മുരളീധരൻ പോലും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു ഘട്ടമുണ്ട്. അങ്ങനെ കണ്ട തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ച്, അവിടുത്തെ പരാജയത്തെക്കുറിച്ച്, ദയനീയ തോൽവിയെക്കുറിച്ച് ഇങ്ങനെ അടിച്ചു തീർക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും പഠിക്കേണ്ടതില്ല എന്ന് പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ചോ? ഞാൻ ശ്രദ്ധിച്ചു ഡോക്ടർ ലാൽ. ഇതിനകത്ത് വേണുഗോപാൽ വി.ഡി. സതീശൻ ഗ്രൂപ്പ് നടത്തിയ ഒരു സുന്ദരമായ ഒരു പ്ലേ ഇതിൻ്റെ പിന്നിലുണ്ട്. അതായത് സിറ്റിംഗ് എം പിയാണ് അദ്ദേഹം വടകരയിൽ നിന്ന് അദ്ദേഹത്തിനെ തൃശ്ശൂർ കൊണ്ടുവരികയും ഷാഫി പറമ്പിലെ വടകര പ്ലേസ് ചെയ്യുകയും ചെയ്തത് BJP ആയിട്ടുള്ള നഗ്നമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഞാൻ ചോദിക്കട്ടെ ശ്രീകുമാർ സാറോട്, TN പ്രതാപൻ 2019 പിടിച്ച 85,000 വോട്ട് എവിടെ പോയി? 85,000 വോട്ട് കുറവായിട്ടാണ് കെ മുരളീധരന് കിട്ടിയത്. ആ വോട്ട് എങ്ങോട്ട് പോയി? നിങ്ങളതിന് മറുപടി പറയണം. ഇവിടെ ശ്രീകുമാർ സാർ ഇവിടെ പാടി പുകഴ്ത്തുന്നുണ്ട് നമ്മുടെ സുരേഷ് ഗോപിയെ. ഞാൻ അത്ഭുതപ്പെട്ടു, പ്രേക്ഷകർ അത്ഭുതപ്പെട്ടു കാണും. ഇപ്പോൾ ശ്രീകുമാർ സാർ പോലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വോട്ട് പോലും സുരേഷ് ഗോപിക്ക് പോയി എന്നുള്ള ആരോപണം ഞാൻ ഉന്നയിക്കുന്നില്ല. കാരണം അദ്ദേഹം സാത്വികരായ ഒരാളാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമായി, നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂദാസ് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ചുംബിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഒരു ചുംബനം നടന്നു തൃശ്ശൂർ. അത് TN പ്രതാപൻ, അത് ചിത്രങ്ങൾ വീഡിയോസ് നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. TN പ്രതാപൻ്റെ മേഖലകളിൽ, അദ്ദേഹത്തിന് സ്വാധീനമുള്ള മേഖലകളിൽ അവിടെ എല്ലാം മുന്നിൽ നിന്നാരെ കോൺഗ്രസിന് ആയിരക്കണക്കിന് വോട്ട് കുറയുകയും BJP മുന്നേറുകയും ചെയ്തു. അപ്പോൾ നഗ്നമായിട്ടും കേരളത്തിൽ നടന്ന ഒരു രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെൻ്റാണ്. അത് ശരിക്കും കേരളത്തിനോട് ചെയ്ത കൊടും ക്രൂരതയും ചതിയുമാണ് ഈ നേതാക്കന്മാർ ചെയ്തിരിക്കുന്നത്. ഷാഫി പറമ്പിൽ വടകര പ്ലേസ് ചെയ്ത് എന്തിനാ? അതായത് ഒന്നും വേണ്ട, ആലപ്പുഴയിൽ വേസി വേണുകൾ വരുമ്പോൾ അദ്ദേഹം വെക്കാൻ നിർബന്ധനാകുന്നത്. രാജസ്ഥാനിലെ സീറ്റ് അങ്ങോട്ടാണ് പോകുന്നത്. അതൊരു BJPയുടെ അവിടുന്ന് ജയിക്കാൻ പറ്റത്തുള്ളൂ. അത് K. സുരേന്ദ്രനാണെന്നത് വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിൽ പാലക്കാട് കുരുതി കൊടുത്തുകൊണ്ട് അങ്ങോട്ട് പോയത് എന്തിനാ? പാലക്കാട് BJPക്ക് സ്വാധീനത്തിലുള്ള മണ്ഡലത്തിൽ ഒരുപക്ഷെ BJPക്ക് ഒരു സീറ്റ് കൊടുക്കുക. അപ്പം 3 തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ് കേരള രാഷ്ട്രീയത്തിൽ നെറുകേട്ട രാഷ്ട്രീയം കാണിച്ചത്. ഇനി ഇന്നലെ തൃശ്ശൂർ DCC നടന്ന അടി, അത് ചുമ്മാടിയല്ല. കേരളത്തിലെ ചാനലുകളെല്ലാം തൃശ്ശൂർ വെടിക്കെട്ട് പോലെ തന്നെ മണിക്കൂറുകളോട് ഇത് കാണിച്ചുകൊണ്ടിരിക്കുക. കൊലപാതകം ഉണ്ടായിരുന്നത് കേരളത്തിന്റെ ഭാഗ്യം. എന്താ അറിയോ? കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ 2 കോൺഗ്രസ്സുകാർ കുത്തിക്കൊന്നിട്ടുണ്ട്. അവർക്കൊരു മടിയില്ല. അതിൽ ഒരാൾ അവരുടെ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ആ ചരിത്രമുണ്ട് തൃശ്ശൂരിൽ. കാലങ്ങളായിട്ട് കച്ചവട രാഷ്ട്രീയത്തിലൂടെ ഈ പറയുന്ന നഗ്നമായ രീതിയിലുള്ള അട്ടിമറി നടത്താൻ. ഇനി എന്തിനാണ് കെ മുരളീധരനെ തൃശ്ശൂർ പ്ലേസ് ചെയ്ത്? അതിന്റെ പിന്നിലൊരു നാടകമുണ്ട്. ആ നാടകം ഇത്രയേ ഉള്ളൂ. ഭാവിയിൽ ഈ വി.ഡി. സതീശനും KC വേണുഗോപാലിനും കേരളത്തിൽ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുള്ള അത്യാവശ്യം ജനങ്ങളുടെ അടിത്തറയുള്ള ഒരു നേതാവാണ് ഈ കെ മുരളീധരൻ. അദ്ദേഹത്തിനെ ഇല്ലായ്മ ചെയ്ത് കേരള രാഷ്ട്രീയത്തിൽ അസ്തമിപ്പിക്കാൻ വേണ്ടി നടത്തിയ മറ്റൊരു നാടകം അതിന് പിന്നിലുണ്ട്. ആ രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം, ഈ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം ഈ തൃശ്ശൂർ ജില്ലയിലെ സാംസ്കാരിക സമ്പന്നമായ വിദ്യാസമ്പന്നരായ ഒരു സമൂഹത്തിന് മുമ്പിൽ ഈ BJPയെ അവിടെ വിജയിപ്പിക്കാനായിട്ട് ഈ നെറികേട് കാണിച്ചത്. 85,000 വോട്ട് അവിടെ പോയി. അവർ വേറെ കുറെ വോട്ട് കൂടെ പുതിയ വോട്ടർമാരെ കൊണ്ടുവന്നാണ് പറയുന്നത്. എവിടെ പോയി 85,000 വോട്ട്? തൃശ്ശൂരിൽ സുരേഷ് ഗോപി പോലും വിജയം പ്രതീക്ഷിച്ചില്ല. അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം നിരാശനായിരുന്നു. അവിടെ അദ്ദേഹത്തിനെതിരായ ഒരു മൂവ്മെന്റ് ഉണ്ടായി. അതാണ് പറയുന്നത്, അട്ടിമറിയിലൂടെ BJPയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് KC വേണുഗോപാലും വി.ഡി. സതീശൻ തന്ത്രങ്ങൾ നടത്തിയ ഒരു കുതന്ത്രമാണ് അവിടെ നടന്നത്. ഇനിയിപ്പോൾ വടകര പറയാം. വടകര എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് തന്നെയാണ് വടകര നടന്നിരിക്കുന്നത്. വടകര കൂടുതലായിട്ട് ചേർത്തിരിക്കുന്ന BJP വോട്ട് അവിടെ പോയി അവർ 10,000 വോട്ട് കൂടുതൽ പിടിച്ചെന്ന് പറഞ്ഞത്. അവർ തന്നെ പറയുന്ന അവിടെയാണ് 50,000 വോട്ടോളം അവർ BJP പ്രവർത്തകരെ ആഡ് ചെയ്തെന്ന് പുതിയ വോട്ടർമാർ അവിടെ പോയി. ഇതൊരു വലിയ, കേരളം തിരിച്ചറിയേണ്ട ഒരു വലിയ രാഷ്ട്രീയ നെറികേടാണ്. കേരളത്തിലേക്ക് BJPക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്, നിയമത്ത് കുരുതി കൊടുത്തുകൊണ്ട് ഹരിപ്പാട് ജയിക്കാനായിട്ട് പണ്ട് ഈ 2016 നടന്ന അഡ്ജസ്റ്റ്മെന്റ് പോലെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇതുണ്ടായിരിക്കുന്നത്. അതിന് നിങ്ങൾ ആരെയും പഴിക്കേണ്ട. ശ്രീകുമാർ സാർ പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തി, എന്നെ അത്ഭുതപ്പെടുത്തി. സുരേഷ് ഗോപി എന്ന് പറയുന്നതാണ് 4-5 വർഷമായിട്ട് അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവങ്ങൾ. അപ്പൊ നിങ്ങളുടെ പാർട്ടി എവിടെയായിരുന്നു? നിങ്ങളുടെ പാർട്ടി എവിടെയായിരുന്നു? കോൺഗ്രസിന്റെ ഈറ്റില്ലങ്ങളിൽ ഒന്നായ കെ കരുണാകരന്റെ പ്രവർത്തന മേഖലയായിരുന്ന
തൃശ്ശൂരിൽ നിങ്ങളുടെ പാർട്ടി എന്താ എടുക്കുക? അപ്പൊ നിങ്ങൾ ഈ PR വർക്ക് നടത്തിയത് ഈ KR മുരളീധരന് വേണ്ടിയായിരുന്നോ? ശ്രീകുമാർ സാർ അങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞു. ഈ ശ്രീകുമാർ സാറ് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന എൻ്റെ സഹോദരനെ പോലെ ഒരാളാണ്. അദ്ദേഹം ഈ മുരളീധരനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ നന്മകളെ കുറിച്ചും നല്ല സ്ഥാനാർത്ഥിയാണതിനെ കുറിച്ച് അക്ഷരം മിണ്ടാതെ കണ്ട് 2 തവണ ഈ ചാനലിരുന്ന് പറഞ്ഞെന്താ മുരളീധരന്റെ വ്യക്തിപ്രഭാവം അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം സാറിനോട് ചോദിക്കട്ടെ, ദയവായി അതിന് മറുപടി തരണം. സുനിൽകുമാർ, തൃശ്ശൂർക്കാരുടെ സുനിലേട്ടൻ അവിടെ വോട്ട് വർദ്ധിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയേക്കാൾ എത്രയോ വ്യക്തിപ്രഭാവത്തിൽ ആ നാടിനോട് ഇഴുകിച്ചേർന്നൊരു വ്യക്തിത്വമാണ് സുനിൽകുമാർ എന്ന് പറയുന്ന CPയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. അതേ വോട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ നിങ്ങൾ വ്യക്തിപ്രഭാവം പറയുമ്പോൾ സുരേഷ് ഗോപിയെ പൊക്കി പിടിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? അതെന്തായാലും കാരണം അവിടെ വോട്ടുകൾ ദാനം ചെയ്തിരിക്കുന്നു. അതിനവിടുത്തെ അവിടെ DCC പ്രസിഡന്റിന്റെ പങ്കുണ്ട്. ഒരു പത്മജ വേണുഗോപാൽ പറഞ്ഞ കാര്യം ഇന്നൊരു മാധ്യമത്തിന്റെ അഭിമുഖത്തിൽ മുരളീധരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, അങ്ങയുടെ സഹോദരി പറഞ്ഞില്ലേ അങ്ങയെ ഒറ്റും എനിക്ക് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം അതിനെ നിഷേധിച്ചില്ല. അദ്ദേഹം വേറെ കാര്യങ്ങൾ പറഞ്ഞാൽ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇനി ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല, പാർട്ടിയുടെ ഒരു പദവിയും സ്വീകരിക്കത്തില്ല, ഞാൻ ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രചരണത്തിനിറങ്ങും എന്ന് പറയാൻ നിർബന്ധിതനായ മുരളീധരൻ എന്ന് പറയുന്ന അത്യാവശ്യം ജനകീയ പിന്തുണയുള്ള കോൺഗ്രസ് നേതാവിനെ ഇല്ലായ്മ ചെയ്ത് BJPക്ക് ആ സീറ്റ് നിങ്ങൾ അടിയറവ് വെക്കുമായിരുന്നു. അല്ലെന്ന് നിങ്ങൾ ഏതെല്ലാം ന്യായീകരണത്തെ പറഞ്ഞാലും നിങ്ങളിപ്പോൾ പറയുന്ന സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവമൊന്നും അല്ല. നിങ്ങളുടെ ഓരോ വോട്ടർമാരും ഈ പറയുന്ന TM പ്രതാപനെ പോലെ അവിടുത്തെ DCC പ്രസിഡന്റിനെ പോലുള്ളവർ കൊടുത്ത ദാനമാണിത്. അത് കച്ചവടം നടന്നെന്നൊക്കെ അവിടെ പ്രചരണമുണ്ട്. ഇന്നലെ നടന്ന DCC അവിടെ നടന്ന അടിയിൽ പറഞ്ഞ വാക്കുകൾ സാറ് കേട്ടായിരുന്നോ? ലൈവായിട്ട് ചാനലുകൾ, കൈരളി ഉൾപ്പെടെ ചാനൽ ലൈവായിട്ട് കാണിക്കുകയാണ് ഈ കൂട്ടേലിൽ. അവർ പറഞ്ഞ വാക്കുകൾ എത്ര രൂപ കിട്ടിയിടാ എന്നുള്ള വാക്കൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളെ, കേരളത്തിലെ ഒരു വർഗീയ ഫാസിസ്റ്റ് ഒരു പ്രസ്ഥാനത്തിന് അടിവേരുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച നിങ്ങളുടെ പാർട്ടി, ശ്രീകുമാർ സാർ പിന്തുണയ്ക്കുന്ന പാർട്ടി കാണിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചനയാണ് അവിടെ കാണിച്ചത്. പണ്ട് നിങ്ങൾ വടകരയിലും ബേപ്പൂരും കോലിബി സഖ്യം കൊണ്ടുവന്ന് കേരളത്തിലെ അപമാനിക്കാൻ ശ്രമിച്ചതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ തൃശ്ശൂർ ഇറങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ തൃശ്ശൂരൊന്നും നിങ്ങൾ ഈ പറയുന്ന വ്യക്തിപ്രഭാവമുള്ള സുരേഷ് ഗോപി ജയിക്കത്തില്ല. വ്യക്തിപ്രഭാവം സുരേഷ് ഗോപിയേക്കാൾ ഉയരത്തിൽ നിൽക്കുന്നത് തൃശ്ശൂർക്കാരുടെ സുനിലേട്ടനാ. ഒരു തർക്കമല്ല കാര്യത്തില്ല. അപ്പൊ വ്യക്തിപ്രഭാവത്തിന്റെ അളവ് പോലെ വെച്ച് വ്യക്തിത്വം ഇല്ലാത്ത ആളാണ് മുരളീധരൻ എന്നുള്ളതല്ലേ നിങ്ങൾ പറയുന്നത്? മുരളീധരൻ വ്യക്തിപ്രഭാവം ഇല്ലാത്തതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപി ജയിച്ചെന്നല്ലേ ശ്രീകുമാർ സാർ പറയുന്നത്. അത് തന്നെയാണ് കേരളത്തിലെ പ്രേക്ഷകർ കേൾക്കേണ്ടത്. കൈരളി ചാനലിൽ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അത് തന്നെയാണ് റീഡ് ചെയ്യേണ്ടത്. ഈ കോൺഗ്രസിന്റെ നെറുകേടുകൾ ഒരു സംശയമില്ല കാര്യം. ഒറ്റ വാചകം പറഞ്ഞിട്ട് നിർത്താം. VD സതീശന് ഇതിന് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ സാർ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നത്? എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞത് VD സതീശന. അതാണ് അങ്ങേരാണ് UDFന്റെ കൺവീനർ. അദ്ദേഹത്തിനാണ് ഉത്തരവാദിത്വം ഉള്ളത്. അപ്പോൾ കേരളത്തിൽ നടന്നത് നഗ്നമായ BJP പിന്തുണയും ഒരു തങ്ങൾക്കെതിരാകുന്ന ഒരാളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് തൃശ്ശൂർ സീറ്റ് കച്ചവടം ചെയ്ത് ദാനം ചെയ്ത കേരളം കണ്ട ഏറ്റവും നെറികെട്ട രാഷ്ട്രീയമാണ്. അതാണ് കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ട് നിങ്ങൾ പല മണ്ഡലങ്ങളിൽ പ്രയോഗിക്കാൻ നോക്കി. കേരളത്തിലെ ജനങ്ങളുടെ ജാഗ്രത കൊണ്ടാണ് ഈ തിരുവനന്തപുരം, വർക്കല പോലെയുള്ള സ്ഥലങ്ങൾ, വർക്കല ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചു എന്നുള്ള ഘട്ടത്തിലാണ് പോയത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിങ്ങൾ അരങ്ങേറി. ദേശീയ തലത്തിൽ നിങ്ങളൊരു വാക്ക് നേരത്തെ പറഞ്ഞു, ഇന്ത്യ മുന്നണിയെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കുന്നതാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. സീതാറാം യെച്ചൂരിയെ പോലുള്ളവരാണ് അതിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി, SP-യുടെ അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, അതുപോലെ തന്നെ നമ്മുടെ ശരത് പവാർ ഒക്കെ ഉൾക്കൊള്ളുന്ന അങ്ങനെയുള്ള ഇന്ത്യ മുന്നണിയുടെ ദേശീയ തലത്തിലുള്ള കഠിനാധ്വാനത്തെ പോലുമാണ് നിങ്ങൾ കേരളത്തെ തകർത്ത് കളഞ്ഞത്. നിങ്ങളാണ് കുറ്റവാളികൾ. നിങ്ങളതിനെ ഇടതുപക്ഷത്തിന് വേണ്ടി തലയിൽ വെച്ച് ഊരാൻ ശ്രമിക്കേണ്ട. ഒരു കാരണവശാലും പറയാൻ മേലാത്ത വാക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുരളീധരന് വ്യക്തിപ്രഭാവം ഇല്ല. സുരേഷ് ഗോപിക്കാണ്. എത്ര ലജ്ജാകരമാണ് ശ്രീകുമാർ സാറിനെ പോലെ ഒരാളെ ഇങ്ങനെ വിമർശിക്കാൻ എനിക്ക് വിഷമമുണ്ട്. അതാണ് ഇവിടെ സജീവ് സാർ പറഞ്ഞത്.